Welcome to Simis Nadan Kitchen and you're watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മട്ടൻ കടായി ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ 1 കിലോ മട്ടൻ ആണ് എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ മട്ടൻ ഇങ്ങനെ മേടിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുക. അപ്പോൾ അതിന്റെ അകത്ത് ഞാൻ ഇതുപോലെ കൊടംപുളി ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ കൊടംപുളി ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മട്ടനിൽ ചില മട്ടനൊക്കെ കടിക്കുമ്പോൾ അതിന്റെ അകത്ത് ഒരു മുട്ടനാടിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടാവും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടംപുളി ഇട്ട് വെക്കുന്നത്. ആ മണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടംപുളി ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ട് ഇത് ഈ പുളി ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ഞെരടിയിടുക. അപ്പോൾ ആ വെള്ളത്തിൽ നന്നായിട്ട് ആ പുളിയുടെ ഇത് ഇറങ്ങും. പിന്നെ ഇതൊന്ന് കഴുകിക്കഴിഞ്ഞാൽ ആ മണം ഉണ്ടാവത്തില്ല. അപ്പോൾ മട്ടൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല വലിയ പീസായിട്ടാണ് ഈ മട്ടൻ മുറിച്ച് വെക്കുന്നത്. ഇത് നല്ല എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് മാറ്റാതെ ഇതിടുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട. മട്ടനിൽ നല്ലപോലെ വെള്ളം ഉണ്ടാവും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി മട്ടൻ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി പീസ് നാരങ്ങ അതും കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മട്ടൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ ഒരു ഫോർക്ക് ഇട്ടിട്ടൊന്ന് കുത്തി നോക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാനിത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ, അത് കഴിഞ്ഞ് അതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഗ്രേവി ഉണ്ടാക്കാം. ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. ഇതിന് വെജിറ്റബിൾ ഓയിൽ തന്നെ വേണം കേട്ടോ. നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിക്കരുത്. ഈ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണം. ഇതിലേക്ക് ഞാനൊരു 5 പച്ചമുളക് നെടുകെ കീറി വെച്ചിട്ടുണ്ട്. അത് നെടുകെ കീറിയിട്ട് ഇതിൻ്റെ ഉള്ള സീഡെല്ലാം റിമൂവ് ചെയ്തേക്കാണ്. എന്നിട്ട് അതിന് ഞാൻ ഈ എണ്ണയിലേക്ക് ഇടാൻ പോവാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആ പച്ചമുളക് ഇടണേന് ഒന്ന് എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് വാടണം. ആ പച്ചമുളകിൻ്റെ ഫ്ലേവർ എണ്ണയിലേക്ക് ഒന്ന് ഇറങ്ങി വന്നേച്ചാൽ മാത്രം മതി. ഇനി ഇതൊന്ന് കോരിയെടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് 1/4 ടീസ്പൂൺ ജീരകം ചേർക്കണേന്. അപ്പോൾ ഈ ജീരകം എണ്ണയിൽ കിടന്നൊന്ന് പൊട്ടണം. ഇനി ഇതിലേക്ക് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത് അത് ഇതിലേക്ക് ചേർക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിൻ്റെ അകത്തോട്ട് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാള നല്ല ബ്രൗൺ കളറായിട്ട് വരണം. ഇപ്പോൾ സവാളയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇപ്പോൾ സവാള നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടായി മസാല. ഈ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് ഈ 1.5 ടേബിൾ സ്പൂൺ കടായി മസാല ചേർക്കണേന്. ഈ പൊടി സവാളയുടെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ പൊടി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളി അരച്ചെടുത്തതാണ് അത് ചേർക്കാം. ഈ തക്കാളി ഇതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. ഒരുപാട് നന്നായിട്ട് ഞാൻ അങ്ങോട്ട് തക്കാളി അരച്ചെടുത്തിട്ടില്ല. ചെറിയ പീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. ഞാൻ മട്ടനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതും കൂടെ നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെത്തേക്ക് ഉപ്പ് ചേർത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കണേണ്. തൈരും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. തൈരൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മട്ടൻ ചേർക്കാം.
മട്ടനും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ മട്ടൻ ഓൾറെഡി വെന്തതാന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയേക്കണ മസാലയൊക്കെ ഒന്ന് മട്ടനിലൊന്ന് കയറി വരണം. അപ്പോൾ ഇത് ഞാൻ അടക്കണേന് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് വേകട്ടെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇതിലേക്ക് ഇടാം. പിന്നെ നമ്മൾ ആദ്യമേ വറുത്ത് വെച്ച പച്ചമുളകും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ഇടാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ റൈറ്റ് സൈഡിൽ ഒരു സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബെല്ലൈക്കോൺ വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം, പച്ചമുളക് ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഈ നെയ്യും ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഓപ്ഷനിലാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ആ മട്ടൻ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സെർവിങ് ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ആ പച്ചമുളക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി അരിഞ്ഞത് അത് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മട്ടൻ കടായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഇടുക. ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.